നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പടിഞ്ഞാറൻ കടലിൽ നീരാടി ചെമ്പട്ട് ചുറ്റി സന്ധ്യാദേവത ധ്യാനത്തിനായി എത്തുന്ന പുണ്യവേളയിൽ നിലവിളക്കിൽ നിറദീപവുമായി പൂമുഖപ്പടിയിൽ നിന്ന് നമുക്ക് വരവേൽക്കാം. രാമമന്ത്രം ജപിക്കാൻ അറിയാത്ത രത്നാകരൻ എന്ന കാട്ടാളന് സപ്തർഷികൾ പറഞ്ഞുകൊടുത്ത ഒരു വിദ്യ നാം കേട്ടിട്ടുണ്ട്. നിരന്തരമായ ആവർത്തനം രാമനാമമായി മാറുകയായിരുന്നു. അല്പജ്ഞാനിക്കും പ്രകൃതി സ്നേഹത്തിലൂടെ രാമനിൽ എത്തിച്ചേരാനുള്ള വഴി. അതെ, രാമായണം എങ്ങനെയാണ്? ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കേൾക്കാം രാമായണ പാരായണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയതിനു ശേഷം പിന്നീട് ശ്രീരാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് നടക്കുന്ന സന്ദർഭങ്ങളാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത്. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ച നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ആഹാ വല്ലഭേ സീതേ, ആഹാ മൈഥിലീനാഥേ, ആഹാ ജാനകീ ദേവി, ആഹാ മത്പ്രാണേശ്വരി. എന്നെ മോഹിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ, നീ വെളിച്ചത്തു വന്നിടുമടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്ന് അത്തിൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞ് വിവശനായി വനദേവതമാരെ. നിങ്ങളുമുണ്ടോ കണ്ടു വനദക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? യുദ്ധമോരോന്നെ പറഞ്ഞത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളേ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയ ഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ. രാവണൻ കൊണ്ടുപോയത് മായാസീതയെ ആണ്. സാക്ഷാൽ ലക്ഷ്മിയായ സീത അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്നു. സീതയെ തിരഞ്ഞ് ലങ്കയിലെത്തിയാൽ മാത്രമേ രാക്ഷസന്മാരെ മുച്ചൂടും നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അഗ്നിമണ്ഡലത്തിൽ നിന്ന് അഗ്നിപരീക്ഷ നടത്തി സാക്ഷാൽ ലക്ഷ്മി ദേവിയെ തിരിച്ചെടുത്ത് അയോധ്യയിലേക്ക് തിരിച്ചു പോകാം എന്നൊക്കെ ശ്രീരാമചന്ദ്രൻ അറിയാം. എന്നാലും ഒരു മനുഷ്യനെപ്പോലെ ലക്ഷ്മണനോട് ചോദിക്കുകയാണ്, നീ സീതയെ വിട്ടിട്ട് എന്തിനാണ് എന്നെ തിരഞ്ഞു വന്നത്? അപ്പോൾ ലക്ഷ്മണൻ വളരെ വിഷമത്തോടുകൂടി സീത പറഞ്ഞ ക്രൂരമായ വാക്കുകൾ ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ മറുപടി പറയുകയാണ്, നീ പോന്നത് ഒട്ടും ശരിയായില്ല. ദുഷ്ടവാക്കുകളൊക്കെ കേട്ടിട്ട് അങ്ങനെ സംശയിക്കാമോ?
സ്ത്രീകളുടെ വാക്കുകൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ ഭോഷന്മാരാണ് എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ശ്രീരാമൻ ചോദിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ആശ്രമത്തിനകത്ത് കയറി നോക്കിയപ്പോൾ സീതയെ അവിടെ എങ്ങും കണ്ടില്ല. അല്ലയോ സീതേ, നീ ഒളിച്ചിരിക്കുകയാണോ? അല്ലയോ പ്രാണേശ്വരി, നീ പുറത്തു വരൂ എന്നിങ്ങനെ വിലപിച്ച് കാട്ടിൽ മുഴുവൻ തേടി നടന്നു. വനദേവതമാരോടും മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും ലതകളോടും പക്ഷികളോടും എല്ലാം സീതയെ കണ്ടോ സീതയെ കണ്ടോ എന്നന്വേഷിച്ചിട്ട് കാണാഞ്ഞ് സർവവ്യാപിയും സർവജ്ഞനുമായ ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ദുഃഖം പ്രകടിപ്പിച്ചു. രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾനി. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയെ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാനവേദാധ്യയന ക്ഷേത്രോപവാസയാഗാധ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മദ്ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളോ. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവനുത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നേടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മത്കഥാലാപോ രണ്ടാം സാധനം. മൂന്നാമതും മദ്ഗുണേരണം. പിന്നെ മദ്വജോ വാക്യാതൃത്വം. മത്കലാജാതാചാര്യോപാസനാം. അഞ്ചാമതും പുണ്യശീലത്വം. യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതും. ആറാമതും മന്മന്ത്രോപാസകത്വം. ഏഴാമതെട്ടാമതും മംഗലശീലേ. കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകയും സർവദാ മദ്ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയോ. സർവലോകാത്മാ ജ്ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേൾ. ഒമ്പതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലം ആദിസാധനം നൂനം. ഉക്തമായതു ഭക്തി സാധനം നവവിധം. ശ്രീരാമനും ലക്ഷ്മണനും കൂടി സീതയെ അന്വേഷിച്ച് നടക്കുന്നു. അവർ പോകുന്ന വഴിക്ക് ചന്ദ്രഹാസം കൊണ്ട് ചിറകു മുറിഞ്ഞ ജടായുവിനെ കാണുന്നു. ജടായുവിന് ശ്രീരാമൻ മുക്തി നൽകുന്നു. അതിനുശേഷം കബന്ധനെ കാണുന്നു. കബന്ധന് മുക്തി നൽകിയതിന് ശേഷം പിന്നീട് അവർ ശബരി ആശ്രമത്തിലെത്തുന്നു. ശബരി ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും സ്വീകരിക്കുന്നു. ശബരി പറയുകയാണ്, നിന്തിരുവടിയെ തൃക്കൺ പാർത്തുകൊണ്ട് എൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുവാൻ അടിയൻ തയ്യാറാണ്. അടിയനെ അതിനനുഗ്രഹിക്കണം. ഞാനൊരു ഹീനജാതിയിൽപ്പെട്ട മൂഢയായ ഒരു സ്ത്രീയാണ്. ഈ ചണ്ടാള സ്ത്രീക്ക് തിരുവടി ദർശനം തന്നത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമൻ ശബരിയോട് പറയുകയാണ്, വിഷമിക്കാതെ, ഞാൻ പറയുന്നത് കേട്ടാലും. മുക്തി ലഭിക്കാൻ ഭക്തിയല്ലാതെ മറ്റൊന്നും വേണ്ട. പുണ്യതീർത്ഥത്തിൽ കുളിച്ചതുകൊണ്ടോ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ ഭക്തി ഉണ്ടാവില്ല. ഭക്തി ഇല്ലെങ്കിൽ എന്നെ കാണാനും കഴിയില്ല. ഭക്തിക്ക് വേണ്ടത് എന്താണ്? ഒന്നാമതായി വേണ്ടത് സജ്ജന സംസർഗം, പിന്നെ രാമകഥ ആലാപനം, രാമഗുണ കീർത്തനം, രാമവചനങ്ങളെ വ്യാഖ്യാനിക്കൽ, രാമാംശമായി അവതരിച്ചിരിക്കുന്ന ആചാര്യന്മാരെ ബഹുമാനിക്കൽ അല്ലെങ്കിൽ ഉപാസിക്കൽ, യമ നിയമാദികളോടുകൂടി രാമപൂജ, മന്ത്ര ഉപാസന, എല്ലാത്തിലും ഈശ്വര സാന്നിധ്യം കാണുവാൻ ശ്രമിക്കുക. ബാഹ്യ വസ്തുക്കളിലൊന്നും ഭ്രമിക്കാതെ അതിൽ വൈരാഗ്യം ജനിക്കുകയും ഭക്തന്മാരോട് നന്നായി പെരുമാറുകയും ചെയ്യുക. ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഭക്തന്മാർ എന്ന് പറയുന്നത് എന്ന് ശ്രീരാമൻ ശബരിയെ ഉപദേശിക്കുകയാണ്. ശ്രീരാമ
ചന്ദ്രകൃപാലോ ഭജമന ഹരണഭാവ ഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപാദ കഞ്ചാരുണം ശ്രീരാം ശ്രീരാം. വിശ്രമമില്ലാത്ത ജീവിതത്തിൽ ശാന്തിയും സമാധാനവും എങ്ങനെ ലഭിക്കാനാണ്? എന്തെല്ലാം ചിന്തകളാണ് ഓരോ നിമിഷവും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ഉപേക്ഷിച്ച് തീർത്ഥാടകനോ സന്യാസിയോ ആവുക എന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. ഒരു ലൗകികന് അല്പം ആശ്വാസം ലഭിക്കുന്നതിനുള്ള എളുപ്പവഴി സത്കഥാശ്രവണമാണ്. ഈ ശാന്തിയുടെ വാത്മീകത്തിൽ അല്പനേരം നമുക്കിരിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും വാത്മീകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. രാമായണത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങൾ രാമായണത്തിൽ എല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള ജന്മോദ്ദേശം എന്ന് പറയുന്നത് രാമാവതാരത്തിൻ്റെ കാരണങ്ങൾക്ക്, രാമൻ അവതരിക്കാനുണ്ടായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് ഭഗവാനെ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളെ കുറിച്ചാണ് നാം ഈ ഒരു അധ്യായത്തിൽ പരിചയപ്പെടുന്നത്. സാക്ഷാൽ ശൂർപ്പണഖ. ശൂർപ്പണഖ എന്ന പേര് ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ രാക്ഷസിയുടെ അത്യന്തം ഭീകരമായിട്ടുള്ള ഒരു മുഖം തെളിഞ്ഞു വരുന്നുണ്ടായിരിക്കും. വാത്മീകി രാമായണത്തിൽ അതിവിരൂപയായിട്ടുള്ള ഒരു ശൂർപ്പണഖയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അധ്യാത്മരാമായണത്തിലേക്ക് വരുമ്പോൾ വളരെയധികം വശ്യ സൗന്ദര്യമുള്ള ഏറ്റവും അധികം സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെയാണ് എഴുത്തച്ഛൻ ശൂർപ്പണഖയായി അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ ശൂർപ്പണഖ ഒരു സാധാരണ യുവതിയല്ല, അല്ലെങ്കിൽ ഒരു സാധാരണ അസുര സ്ത്രീയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലങ്കയിലെ രാജാവായിട്ടുള്ള സാക്ഷാൽ രാവണന്റെ, അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള കുംഭകർണ വിഭീഷണന്മാരുടെ സഹോദരി ആണ് സാക്ഷാൽ ശൂർപ്പണഖ. കൈകസി എന്ന് പറയുന്ന രാക്ഷസിയിൽ വിശ്വാസ് എന്ന് പറയുന്ന മഹർഷിക്ക് ഉണ്ടായിട്ടുള്ള ഒരേ ഒരു പെൺകുട്ടിയാണ് ശൂർപ്പണഖ. അതിനാൽ തന്നെ ലങ്കയിലെ രാജകുമാരി എന്ന സ്ഥാനം അലങ്കരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് സാക്ഷാൽ ശൂർപ്പണഖയാണ്. അവരുടെ പേര് മീനാക്ഷി എന്നാണ് എന്നൊരു പ്രക്ഷിപ്തം പറയാറുണ്ട്. പിന്നെ എങ്ങനെയാണ് ശൂർപ്പണഖ എന്ന പേര് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കൈകളിലുള്ള നഖം രാക്ഷസ സ്ത്രീ ആയതുകൊണ്ട് തന്നെ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് മുറം പോലെ വലിയ നഖങ്ങളുള്ളത് കൊണ്ട് ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം എന്നാണ് അർത്ഥം. അതുപോലെ നഖങ്ങളുള്ളത് കൊണ്ടാണ് അവളെ ശൂർപ്പണഖ എന്ന് വിളിച്ചു പോരുന്നത്. അവർ യഥാർത്ഥത്തിൽ വിവാഹിതയായിരുന്നു. വിദ്യുജിഹ്വൻ എന്ന് പറയുന്ന ഒരു അസുരൻ ശൂർപ്പണഖയെ വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ കാലകേയന്മാരുമായിട്ടുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ വെച്ച് ഈ വിദ്യുജിഹ്വൻ അബദ്ധവശാൽ രാവണന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അതോടുകൂടി ശൂർപ്പണഖ വിധവയായി മാറുന്നു. രാവണൻ പറയുന്നുണ്ട്, നിനക്ക് ആരെ ഇഷ്ടപ്പെട്ടാലും ഞാൻ അവരെ നിന്നെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാം എന്നൊരു പ്രായശ്ചിത്തമായി പറയുന്നൊക്കെയുണ്ട്. അങ്ങനെ വിധവയായി തൻ്റെ കാമപൂർത്തീകരണത്തിന് ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരാളെ കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലാണ് ദണ്ഡകാരണ്യത്തിൽ ഭഗവാൻ ശ്രീരാമനെ, അദ്ദേഹത്തിൻ്റെ പാദമുദ്രയാണ് ആദ്യം ശൂർപ്പണഖ കാണുന്നത്. അതിനെ പിന്തുടർന്നാണ് സാക്ഷാൽ രാമന്റെ ദർശനം ശൂർപ്പണഖയ്ക്ക് ഉണ്ടാവുന്നത്. അത്യന്തം സുന്ദരനായിട്ടുള്ള രാമൻ അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. അവിടെ പോയി തൻ്റെ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു, ഞാൻ ശൂർപ്പണഖയാണ്, എന്നെ സ്വീകരിക്കണം എന്ന്. ഭഗവാൻ ഏകപത്നി വ്രതനാണെന്നും എനിക്ക് ഈ ജന്മത്തിൽ ഇനി മറ്റൊരു പത്നിയെ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നും അനുജനായിട്ടുള്ള ലക്ഷ്മണനുണ്ട്, അവിടെ പോയി തങ്ങളുടെ ആഗ്രഹം പറയൂ എന്ന് ശൂർപ്പണഖയെ വളരെ മാന്യതയോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മണന്റെ അടുത്തെത്തിയ ശൂർപ്പണഖയ്ക്ക് അദ്ദേഹത്തിന്റെ ശരീരകാന്തിയിലും അതിയായിട്ടുള്ള മോഹം ഉണ്ടാവുന്നു, കാമം ഉണ്ടാവുന്നു. ലക്ഷ്മണനും ഇത് തന്നെ ആവർത്തിക്കുന്നു, ഞാൻ ഇനി വിവാഹം കഴിക്കില്ല, അങ്ങ് ചേട്ടനെ തന്നെ ചെന്ന് കാണൂ. ഇങ്ങനെ നിരവധി തവണ രാമലക്ഷ്മണന്മാരെ മാറി മാറി കാണുന്നുണ്ട് പാവം ശൂർപ്പണഖ. പക്ഷേ അവരുടെ കാമചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത് എന്ന് മനസ്സിലാക്കിയ രാമലക്ഷ്മണന്മാർ ഒരേ സമയം അവരെ പരിഹസിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നു. തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് സീതയാണ് തടസ്സം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശൂർപ്പണഖ സീതയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ലക്ഷ്മണൻ തൻ്റെ കയ്യിലുള്ള വാളുകൊണ്ട് ശൂർപ്പണഖയുടെ 5 ഭാഗങ്ങൾ വെട്ടിക്കളയുന്നു. ആ ഒരു പ്രവൃത്തിയിൽ
അത്യന്തം കോപാകുലയായിട്ടുള്ള ശൂർപ്പണഖ കരഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരനായിട്ടുള്ള രാവണന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. രാമനെ തടയണം, രാമനെ നിഗ്രഹിക്കണം എന്നാവശ്യപ്പെടുന്നു. രാമനെ നിഗ്രഹിക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് സീതയെക്കുറിച്ച് രാവണന് സന്ദേശം നൽകുന്നതാണെന്ന് മനസ്സിലാക്കി രാവണന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്ന ഈ വികലാംഗയായിട്ടുള്ള ശൂർപ്പണഖ ആണ് ആദ്യമായി സീതയെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണം രാവണന് നൽകുന്നത്. നീയാണ് അവളെ പരിണയിക്കേണ്ടത് എന്ന് രാവണനോട് പറയുന്നത് ശൂർപ്പണഖയാണ്. പിന്നീടുണ്ടായതെല്ലാം രാമായണത്തിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ശൂർപ്പണഖ എന്ന് പറയുന്ന കഥാപാത്രമാണ് സീതാപഹരണത്തിന് ആദ്യത്തെ ഒരു തിരി തെളിയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നത് സീതയെ ലങ്കയിലേക്ക് രാവണൻ കൂട്ടിക്കൊണ്ടുവരുന്നത്, അപഹരിക്കുന്നത്, യുദ്ധം, ഇതിൻ്റെ എല്ലാം തന്നെ ഒരു തുടക്കം ശൂർപ്പണഖയിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ശൂർപ്പണഖയെ എങ്ങനെ വേണം നാം വ്യാഖ്യാനിക്കേണ്ടത്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാമചിന്തയെയാണ് ശൂർപ്പണഖ പ്രതിനിധാനം ചെയ്യുന്നത്. രാമനെ കണ്ടപ്പോൾ ഒരിക്കലും ഭക്തിയല്ല ശൂർപ്പണഖയ്ക്ക് തോന്നിയത്, വാത്സല്യമല്ല ശൂർപ്പണഖയ്ക്ക് തോന്നിയത്, മറിച്ച് കാമമാണ്. ആ കാമപൂർത്തീകരണം നടക്കാതിരിക്കുമ്പോഴാണ് കാമം ക്രോധമായിട്ട് മാറുന്നത്. ശൂർപ്പണഖ പിന്നീട് ക്രോധാവേശത്തിലേക്ക് കടക്കുന്നു. കാമാവേശത്തിൽ നിന്നുണ്ടായിട്ടുള്ള ക്രോധം ശൂർപ്പണഖയ്ക്ക് ഉണ്ടാവുന്നു. ആ ക്രോധം ആത്യന്തികമായി ബുദ്ധിയുടെ നാശത്തിന് കാരണമാകുന്നു. ആ ബുദ്ധിയുടെ നാശത്തിൽ നിന്നാണ് സീതയെ തന്നെ ആക്രമിക്കാം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ശൂർപ്പണഖയെ കൊണ്ടെത്തിക്കുന്നത്. ഇതെല്ലാം തുടങ്ങുന്നത് കാമത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ശൂർപ്പണഖയെ നമ്മുടെ മനസ്സിലുള്ള കാമചിന്തകളായിട്ടാണ് പ്രതിദാനം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കാമചിന്തകളെ മാറ്റി ഭക്തിയിലേക്കും വാത്സല്യത്തിലേക്കും രാമപാദങ്ങളെ ആശ്രയിക്കാനുള്ള മനോഭാവത്തിലേക്കും വരുത്തുക എന്നാണ് രാമായണത്തിൻ്റെ ശൂർപ്പണഖ തത്വം പറഞ്ഞു വയ്ക്കുന്നത്. ഒരിക്കലും ശൂർപ്പണഖ ഒരു മോശം സ്ത്രീ ആയിരുന്നില്ല. അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാമചിന്തകളാണ് ഭഗവാൻ ലക്ഷ്മണസ്വാമി തൻ്റെ കയ്യിലുള്ള ദിവ്യായുധം കൊണ്ട് വെട്ടിയെരിയുന്നത്. കാമപൂർത്തീകരണം മാത്രം ലക്ഷ്യമാക്കി വരുന്ന ഒരു യുവതിക്ക്, ഒരു സാധകന് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കില്ല. അതിന് ഏറ്റവും അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള സാധന, ഭക്തി, വാത്സല്യം തുടങ്ങിയ പ്രവണതകളാണ് വേണ്ടത്. കാമത്തെ മാറ്റി യഥാർത്ഥ കാഴ്ചയിലൂടെ കാണുന്ന ആളുകൾക്ക് മാത്രമേ ശൂർപ്പണഖയിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ രാമനെ ആഗ്രഹിക്കുന്നു എങ്കിൽ കാമപരവശനായി അല്ലെങ്കിൽ കാമ ഉദ്ദേശത്തോടു കൂടി രാമനെ ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ ഏറ്റവും സാധാരണമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റിയെടുക്കാനുള്ള ഒരാളായി നാം രാമനെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും ഒരു ശൂർപ്പണഖയുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ചിന്തയിൽ നിന്ന് മാറി ആത്മാരാമനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ കാമചിന്തയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും അറിവിലേക്കുമുള്ള സഞ്ചാരം നാം ഓരോരുത്തരും നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ശൂർപ്പണഖയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ രാമായണ മാസക്കാലത്ത് ശൂർപ്പണഖയെ വായിക്കുമ്പോൾ സീതാപഹരണത്തിന് കാരണമായി ഭഗവാന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കാൻ ഭഗവാനെ സഹായിച്ച ഒരാളായി ഓർക്കുന്നതിനോടൊപ്പം കാമചിന്തകൾ മാറ്റിവെച്ച് എങ്ങനെ ഭഗവാനെ സമീപിക്കണം എന്നുകൂടി മനസ്സിലാക്കാൻ ശൂർപ്പണഖയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. കാമചിന്തകളാകുന്ന ശൂർപ്പണഖയിൽ നിന്ന് ജ്ഞാനചിന്തകളിലേക്ക് എങ്ങനെ നമുക്ക് കടക്കാം എന്ന് ഈ രാമായണ മാസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വിചാരം ചെയ്യാം. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദീപാരാധന കാഴ്ച തേടി പ്രസിദ്ധമായ ഈ പുരാതന ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലൂടെ നമുക്കൊന്ന് പ്രദക്ഷിണം ചെയ്തു വരാം അല്പനേരം. ഓം നമഃ ശിവായ. സത്യമേ നിർമ്മലാന. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ശിവചൈതന്യം ഭക്തജനങ്ങളിൽ അനുഗ്രഹദായകമാകുന്ന ദേവസങ്കേതം. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂർ എന്ന പ്രദേശത്താണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2.5 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് കണ്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പഴമക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ഈ പ്രദേശത്ത് മൃഗണ്ടു എന്ന പേരായ ശിവഭക്തനായ ഒരു പുണ്യപുരുഷൻ ജീവിച്ചിരുന്നു. മൃഗണ്ടു എന്ന ഭക്തന് ഒരു ദിവസം ഗംഗയിൽ നിന്നും ഒരു ശിവലിംഗം ലഭിച്ചു. ചൈതന്യവത്തായ ആ ശിവലിംഗം കാശിയിലെ സന്യാസി ശ്രേഷ്ഠരുടെ ആശീർവാദത്തോടെ മൃഗണ്ടു ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു. ഈ വിധം ശ്രീകണ്ഠന്റെ പ്രതിഷ്ഠയുള്ള ഊര് എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് കണ്ടിയൂർ എന്ന പേര് വരികയും കാലാന്തരത്തിൽ കണ്ടിയൂറായി മാറി എന്നും വിശ്വസിക്കപ്പെടുന്നു. ചിറവ സ്വരൂപത്തിന്റെയും
മാവേലിക്കര മാടത്തിൻകൂർ സ്വരൂപത്തിന്റെയും പൊതു സ്വത്തെന്ന നിലയിലായിരുന്നു ഈ ദേവസ്ഥാനം സംരക്ഷിക്കപ്പെട്ടു പോന്നത്. പിന്നീട് കായംകുളം രാജാവും അതിനുശേഷം മാർത്താണ്ഡവർമ്മയും ക്ഷേത്രം കൈവശപ്പെടുത്തിയതാവാമെന്ന് ചരിത്രം പറയുന്നു. നാം കണ്ടിയൂരിൽ ഇന്ന് കാണുന്ന കിരാതമൂർത്തി പ്രതിഷ്ഠ നടത്തിയത് ആദി ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ശിഷ്യനായ പത്മപാദാചാര്യർ ആയിരുന്നു. AD 823 ഇത്. ഇതിനുശേഷമാണ് കണ്ടിയൂരപ്പൻ കിരാതമൂർത്തിയായി അറിയപ്പെട്ടത്. പരമാനന്ദം ശിവശംഭോ ഓം പ്രണവമൂർത്തിയാം ഭഗവാനേ. AD 1350-നും 65-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഉണ്ണുനീര് സന്ദേശത്തിൽ കണ്ടിയൂർ ക്ഷേത്രം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ണുനീര് സന്ദേശത്തിൽ സന്ദേശവാഹകനോട് കണ്ടിയൂർ തമ്പുരാനെ കണ്ടേ പോകാവൂ എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഓം അഖിലാണ്ടേശ്വര പരമേശ. ആദ്യകാലത്ത് ശിവപ്രതിഷ്ഠയായിരുന്നുവെങ്കിലും ഇന്ന് കിരാതമൂർത്തി സങ്കല്പത്തിലാണ് പൂജകൾ. കിഴക്കോട്ട് ദർശനമായാണ് ദേവൻ ഇവിടെ ഇരുന്നരുളുന്നത്. 3 പൂജയാണ് ഇവിടെ. നെടുമ്പള്ളി തരണനല്ലൂർ മനയ്ക്കാണ് തന്ത്രാധികാരം. അഖിലാണ്ടേശ്വര പരമേശ അലിവിൻ ഗംഗാധരനല്ലേ. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ചതുരത്തറയുടെ മുകളിൽ വട്ട ശ്രീകോവിലിലാണ് ദേവന്റെ പ്രതിഷ്ഠ. ത്രിവിധ ഭാവത്തിലാണ് ഇവിടെ കണ്ടിയൂരപ്പൻ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുന്നത്. പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും, മധ്യാഹ്നത്തിൽ കിരാതമൂർത്തിയായും, സായാഹ്നത്തിൽ പാർവതീ സമേതനായും ഭഗവാൻ ഇവിടെ ഇരുന്നരുളുന്നു. സദാപി ശരണം ഭഗവാനേ. ശിവഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ ഉപദേവതമാരായിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പരമേശ്വരൻ, ഗംഗാപതി, വിശ്വനാഥൻ, മൃത്യുഞ്ജയൻ എന്നിവയെ കൂടാതെ മഹാവിഷ്ണു, ശാസ്താവ്, ഗോശാല കൃഷ്ണൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, അന്നപൂർണേശ്വരി, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപദേവതകളും ഇവിടെ ദർശനമരുളുന്നു. കൈലാസം ഓം കാലമാം കർമ്മവേദിയിൽ ലീലയാടും മഹേശ്വര. വരപ്രസാദം ശിവനേ നീ, വരിഷ്ഠമല്ലോ ശിവമന്ത്രം. ഓം കാലമാം കർമ്മവേദിയിൽ ലീലയാടും മഹേശ്വര. ചരിത്രത്തിനും ഐതിഹ്യത്തിനും അപ്പുറത്ത് ഒരു ജനതയുടെ, ഒരു ദേശത്തിന്റെ സർവരക്ഷകനായി മാറുകയാണ് ഇവിടെ കണ്ടിയൂരപ്പൻ. ശുഭചിന്തകൾ നിറഞ്ഞ ഒരു ശുഭസായാഹ്നവും നല്ല സ്വപ്നങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും വന്ദനം.